ഇന്ത്യയുടെ മെർലിൻ മൊണറോ എന്ന് ലോകമടയാളപ്പെടുത്തിയ ഒരു ക്ലാസിക് നായിക. ബോളിവുഡ് സിനിമകളുടെ നാൾവഴികളിലുടനീളം തലമുറകളെയും അതിർവരമ്പുകളെയും മറികടന്ന ഇതിഹാസം മധുബാല. ഇന്ത്യൻ സിനിമയുടെ നായികാ സങ്കല്പങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് അവർ നിറഞ്ഞാടിയ 2 പതിറ്റാണ്ടുകൾ. അത് ബോളിവുഡിന്റെ സുവർണ കാലഘട്ടം കൂടിയായിരുന്നു. സിനിമയെ വെല്ലുന്ന നാടകീയത നിറഞ്ഞ ജീവിതമായിരുന്നു മധുബാലയുടേത്. 1933 ഫെബ്രുവരി 14 ഒരു പ്രണയദിനത്തിൽ മുംതാസ് ജഹാൻ ബീഗം എന്ന പെൺകുട്ടി ബോളിവുഡിന്റെ പ്രണയം കൊള്ളിച്ച മധുബാലയായി മാറിയ കഥ. സാമ്പത്തികമായി പിന്നാക്കം നിന്നിരുന്ന കുടുംബത്തിൽ നിന്ന് ജോലി തേടി ഇറങ്ങിയ ഒരു പെൺകുട്ടി. അവൾ തന്റെ 9ാമത്തെ വയസ്സിൽ ബസന്ത് എന്ന ചിത്രത്തിലൂടെ തീർത്തും അവിചാരിതമായി സിനിമയിലേക്ക് ചുവടുവെച്ചു. അന്നവൾക്കത് വെറുമൊരു ജോലി മാത്രമായിരുന്നു. എന്നാൽ ആ സിനിമയുടെ വിജയം കൂടുതൽ അവസരങ്ങൾ ആ പെൺകുട്ടിക്ക് നൽകി. പിന്നീട് മുംതാസ് മഹൽ, പൂജാരി, ഫൂൽവാരി തുടങ്ങി ഒരു പിടി സിനിമകൾ ബേബി മുംതാസ് എന്ന പേരിൽ അവർ അഭിനയിച്ചു. ചൈൽഡ് ആർട്ടിസ്റ്റായ രാജ് പട്ടാനി എന്ന അവസാന ചിത്രം പുറത്തിറങ്ങിയ ശേഷം തന്റെ 12ാം വയസ്സിൽ നായികയായി അരങ്ങേറ്റം കുറിച്ചു. രാജ്കുമാറിന്റെ പ്രണയ ജോഡിയായി 1947 നീൽക്കമലം എന്ന ചിത്രം. തുടർന്ന് മേരെ ഭഗ്വാൻ, ദിൽ കി റാണി തുടങ്ങി കടലും കടന്ന് മധുബാല എന്ന നായികയുടെ പ്രശസ്തി ഉയർത്തിയ സിനിമകൾ. ഹോളിവുഡിൽ നിന്നും അവസരങ്ങൾ തേടിയെത്തിയ മധുബാലയ്ക്ക് തന്റെ നിയന്ത്രിതമായ ജീവിതത്തിൽ നിന്ന് അത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. സ്ത്രീകളെ അഭിനയിക്കാൻ മാറ്റി നിർത്തിയ ഒരു കാലഘട്ടത്തിൽ തന്റേതായ ഒരിടം ബോളിവുഡിൽ അടയാളപ്പെടുത്താൻ ആ നായികയ്ക്ക് കഴിഞ്ഞു. വിവാഹശേഷം ഹൃദ്രോഗത്തെ തുടർന്ന് ഡോക്ടർമാർ 2 വർഷം മാത്രം ആയുസ് വിധി എഴുതിയ മധുബാല 9 വർഷങ്ങൾ മരണത്തോട് പൊരുതി ജീവിച്ചു. ഒടുവിൽ 1969 ഫെബ്രുവരി 23 തന്റെ 36ാം വയസ്സിൽ മധുബാല ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു. മധുബാലയെ സംബന്ധിച്ചിടത്തോളം ജീവിതഗന്ധിയായ ചിത്രങ്ങളിലൂടെ അവർ സമ്മാനിച്ച വികാരങ്ങൾ, അവരുടെ സുന്ദരമായ മുഖം, അങ്ങനെ ഓരോ ഓർമ്മകളും കാലാതീതമായി നിലകൊള്ളുമെന്നതിൽ സംശയമില്ല.